വന്ദ്യരായ നേതാക്കൾ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ ദിക്ർ സമ്മേളനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് തന്നെ അറിയാം. ഇവിടെ നടത്തപ്പെടുന്ന ദുആകൾക്ക് ഇജാബത്ത് പ്രതീക്ഷിക്കാവുന്ന പല ഘടകങ്ങളും നമ്മുടെ ഈ ദിക്ർ ഹൽഖക്ക് ഉണ്ട്. ഒന്നാമതായി ഈ ദിക്ർ ഹൽഖത്തുള്ള പ്രത്യേകതയായി നാം കാണുന്നത് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആധാറുകൾ സൂക്ഷിച്ച ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ ദിക്ർ ഹൽഖ നമ്മൾ നടത്തുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാൽപാദം അത് മഖാമു ഇബ്രാഹിം എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ മഖാമു ഇബ്രാഹിം ദുആക്ക് ഇജാബത്തുള്ള സ്ഥലമാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാം. അവിടെ ദുആക്ക് ഇജാബത്തുള്ളതാണെന്ന് പറയാൻ കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാല് പതിഞ്ഞ കല്ല് അവിടെ നമ്മളോട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു, അവിടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആസാറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പിയാക്കളുടെ ആസാറുകൾ സൂക്ഷിച്ച സ്ഥലത്ത്, അമ്പിയാക്കളുടെ ആസാറുകളുള്ള സ്ഥലത്ത് നമ്മൾ ദുആ ചെയ്താൽ ആ ദുആക്ക് നമുക്ക് ഇജാബത്ത് പ്രതീക്ഷിക്കാമെന്നാണ് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എവിടെയും കേരളത്തിൽ നടക്കുന്ന എല്ലാ ദിക്ർ ഹൽഖകളിൽ നിന്നും മാറിയതായ ഒരവസ്ഥ ഈ നടക്കുന്ന ദിക്ർ ഹൽഖക്കും ആത്മീയ സദസ്സിനുമുണ്ട്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആധാറുകൾ നമ്മളുടെ മുകളിലുണ്ട്, സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന്റെ പുറമെ ദുആക്ക് ഇജാബത്ത് പ്രതീക്ഷിക്കാവുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ ദിക്ർ ഹൽഖയിൽ അള്ളാഹുവിനോട് ചോദിക്കുന്നത് മുഴുവനും കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരുപാട് തെളിവുകൾ നമ്മളുടെ മുമ്പിലുണ്ട്. മജ്ലിസുൽ ഇൽമി റൗദത്തും മിൻ റിയാദിൽ ജന്ന,
സ്വർഗത്തിന്റെ തോപ്പെന്ന് ഇൽമിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഈ ക്യാമ്പസ് അത്രയും ഇൽമിന്റെ മജ്ലിസാണ്. സ്വർഗമെന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത് കിട്ടുന്നത് എന്നാണ് വിശുദ്ധ ഖുർആനിലും ഹദീസിലും സ്വർഗത്തിനെ സംബന്ധിച്ച് നമ്മളെ പഠിപ്പിച്ചത്, നമ്മൾ പഠിക്കുന്നത്. സ്വർഗത്തിൽ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ സ്വർഗത്തിൽ ആഗ്രഹിക്കുന്നത് കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. ഇൽമിന്റെ മജ്ലിസ്, ഇതിന്റെ പുറമെ 35 വർഷത്തോളം ഇൽമിന്റെ കേന്ദ്രമായി അറിയപ്പെടുന്ന ഈ സ്ഥലം രാവിലെ ഇവിടെ ഒരു ബുഖാരി സബക്ക് നടക്കുന്നുണ്ട്. 10,000-ഓളം വിദ്യാർത്ഥികൾക്ക് റസൂലുള്ളാഹി തങ്ങൾ വരെ സഹിയായ സനദുകൾ പറഞ്ഞുകൊടുത്ത് ഇസ്ലാമിന്റെ ആശയങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് 10,000 അതിലധികവും വിദ്യാർത്ഥികളെ വാർത്തെടുത്ത ഒരു ഇൽമിന്റെ മജ്ലിസ്, ഒരു കേന്ദ്രമാണ് ഇവിടെ. ആ 10,000 വിദ്യാർത്ഥികൾക്ക് എല്ലാ ദിവസവും സുബ്ഹി നിസ്കരിച്ച് ബുഖാരി ദർസ് നടത്തി 10,000 സൃഷ്ടിച്ച് ലോകത്തിന്റെ നാനാഭാഗത്തും ദീനിന്റെ സേവകരായി അയച്ച, അതിന്റെ കാർമ്മികത്വം വഹിച്ച പണ്ഡിതൻ ഈ സദസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ദുആക്ക് ഇജാബത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. കേരളത്തിന്റെ മറ്റൊരു ഭാഗത്തിലും ഇനി ഇന്ത്യയുടെ മറ്റൊരു ഭാഗത്തിലും നമുക്കറിയപ്പെടാൻ ദിവസവും രാവിലെ അതിന്റെ പുറമെ ലക്ഷക്കണക്കിലുള്ള ആയിരക്കണക്കിലുള്ള കിതാബുകൾ, ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങൾ, അടിസ്ഥാനമായ തത്വങ്ങൾ, അഖീദകൾ, ഫിഖ്ഹുകൾ, ഇത് മുഴുവനും സൂക്ഷിച്ച വലിയ ഒരു ലൈബ്രറിയുടെ താഴെ വെച്ചാണ് നമ്മൾ ഈ ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ദുആക്ക് ഇജാബത്ത് പ്രതീക്ഷിക്കാം. മാത്രമല്ല ഞാൻ പറയുന്നത്, ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ ആളുകളിൽ 90% അല്ലെങ്കിൽ 70% അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബാംഗങ്ങളാണ്. ഇനി എന്തിനേറെ പറയണം, പുറത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ട ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ടാകാം. ഈ സ്റ്റേജിലുമുണ്ട്, മുമ്പിലുമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ട ആത്മീയമായ റൂഹ് സംശുദ്ധമായ ആളുകൾ ഇക്കൂട്ടത്തിലുണ്ടെങ്കിൽ മർക്കസിന്റെ ദിക്റുകൾക്ക് ദുആക്ക് ഇജാബത്തുള്ളതാണെന്ന് തീർത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ എന്ന് ഞാൻ ദുആയാണ്. ഈ കിതാബുകളും ഈ പണ്ഡിതന്മാരും ലോകത്തിന് പുറമെ 2000 ഉണ്ടാക്കി അവിടെ മുഴുവനും ദിക്റുകൾക്കകൾ സ്ഥാപിച്ചു കൊടുക്കുന്ന, ചരിത്രത്തിൽ കാണാൻ കഴിയാത്ത ഒരു പണ്ഡിതന്റെ സാന്നിധ്യം, വന്ദ്യരായ കാന്തപുരം ഉസ്താദിന്റെ സാന്നിധ്യം നമുക്കറിയാം. ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, ഒരുപാട് ഘടകങ്ങൾ, വ്യത്യസ്തമായ ഘടകങ്ങൾ മർക്കസിന്റെ ദിക്ർ ഹൽക്കക്കുണ്ട്. മർക്കസിന്റെ ദിക്ർ ഹൽക്കയിൽ നേരിട്ട് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. മുമ്പ് കുവൈത്തും ഉള്ള ഒരു യുദ്ധസമയത്ത് ഇവിടെ ദിക്ർ ഹൽക്ക നടന്നു. അവിടെ വെച്ച് ആത്മാർത്ഥമായി സയ്യിദന്മാരും ഇവിടെയുള്ള ആയിരക്കണക്കിനുള്ള പണ്ഡിതന്മാരും ദുആ ചെയ്തപ്പോൾ അള്ളാഹു നേരം വെളുത്തുന്നതിന്റെ മുമ്പ് അതിന് ഇജാബത്ത് നൽകി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, എല്ലാവർക്കും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാനാണ്. അങ്ങനെയാണ് ഒരു നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിസ്കാരത്തിന്റെ ഇടയിൽ തന്നെ അല്ലാഹുവിന്റെ ഓർഡർ ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. എന്താണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുന്നു, ഓ ഹബീബ്, അങ്ങയുടെ ഉദ്ദേശം, അങ്ങയുടെ പ്രിയം അത് മസ്ജിദുൽ അഖ്സയിലേക്ക് നിസ്കരിക്കുന്നതിന് പകരം കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കലാണ് അങ്ങയുടെ പൊരുത്തം, അങ്ങയുടെ ഉദ്ദേശം എന്ന് അല്ലാഹു ആകുന്ന ഞാൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് തങ്ങൾ ഏത് ഖിബിലയാണ് ഇഷ്ടപ്പെടുന്നത്, ഏത് ഖിബിലയാണ് തങ്ങൾക്ക് പൊരുത്തം, അതിലേക്ക് തിരിഞ്ഞുകൊള്ളുക. ആകയാൽ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് തിരിയൂ നബിയേ. ഈ ഓർഡർ വന്നപ്പോൾ ഫദാറു കമാ ഹും അലൈഹി, നിസ്കാരത്തിന്റെ ഉള്ളിൽ തന്നെ അവർ ഒരൊറ്റ തിരിച്ചില് കഅബയുടെ ഭാഗത്തേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിഞ്ഞു, സഹാബത്തും തിരിഞ്ഞു. അങ്ങനെ ഒരു നിസ്കാരം രണ്ട് ഖിബിലയിലേക്ക് നിസ്കരിച്ചു. ആ നിങ്ങൾക്ക് ഇവിടെ തിലാവത്തുൽ ഖുർആൻ ആദ്യമായി കേൾപ്പിച്ചിട്ടുള്ളത് ഇൻഷാ അല്ലാഹ് ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വൽ യൗം അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതطهറൂ വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. ഇൻഷാ അല്ലാഹ് ഇത് മസ്ജിദുൻ നബവിയിൽ മദീനത്തെ പള്ളിയിൽ ഇപ്പോൾ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അങ്ങനെ തഖ്വയിൽ ശിലയിടപ്പെട്ട പള്ളി മസ്ജിദ് ഖുബാ, അതിന്റെ ഇമാമാണ് ഇപ്പോൾ സമ്മതം ചോദിച്ചുകൊണ്ട് പോയത്. ഇൻഷാ അല്ലാഹ് നാളെ അല്ലെങ്കിൽ അവസാനത്തെ ദിവസവും അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് നിങ്ങൾക്ക് കേൾക്കാം. അദ്ദേഹത്തിന്റെ പിതാവ് ഇൻഷാ അല്ലാഹ് نهدي لك الكرسي قليلا سيدي إن شاء الله نعطي لك الكرسي كرسي അപ്പോ അവൻ പിന്നെ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള ആൾ ആയിരക്കണക്കിന് മുരീദുമാർ ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള വലിയ ശൈഖ്, അദ്ദേഹത്തിനെ കാണാൻ തന്നെ വളരെ പ്രയാസമാണ്, തിരക്കുകൊണ്ട്, മുരീദുമാരുടെ തിരക്ക്. അദ്ദേഹം ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ദുആ ചെയ്തു തന്നത്. ഷെയ്ഖ് മുഹമ്മദ് ഹുസൈൻ, മുഹമ്മദ് യാക്കൂബ് അൽ ഹുസൈൻ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? നിങ്ങളൊക്കെ കേട്ട ചരിത്രമാണ്.
ബാബു ശുഹാത്തുൽ ഔലിയാ എന്ന അധ്യായത്തിൽ ഇബ്നു ഹജർ അൽ ഹൈതമി തന്റെ ഫതാവൽ ഹദീസിയയിലും മറ്റ് ഉലമാക്കളും ഉദ്ധരിച്ച ചരിത്രം ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവർകളും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിരുന്ന ഇബ്നു സഖയും അദ്ദേഹത്തിന്റെ മറ്റൊരു കൂട്ടുകാരനായ അബ്ദുല്ലാഹ് ഇബ്നു അബീ അസ്റൂൻ ഈ മൂന്ന് പേരും ഒരു വലിയനെ കാണാൻ ഖുത്ബിനെ കാണാൻ പോയി. അവിടെ വലിയനെ നിസാരപ്പെടുത്തിയ ഇബ്നു സഖ അവസാനം മരണപ്പെട്ടു പോയത് കുഫ്രിയത്തിലാണ്. വലിയ പണ്ഡിതനായി ക്രിസ്ത്യാനികളോട് വാദപ്രതിവാദം നടത്തി അന്തസ്സും ഇസ്സത്തും കാണിച്ചു കൊടുത്ത് അങ്ങനെയുള്ള ആ വ്യക്തി അവസാനം ഇസ്ലാം മതത്തിൽ നിന്ന് മുർത്തദ്ദായി മരണപ്പെട്ടുപോയി. കാരണം അല്ലാഹുവിന്റെ വലിയനെ നിസ്സാരപ്പെടുത്തിയ കാരണം കൊണ്ട് തന്നെ ഇന്നീല അജിദു മിൻക റിഹൽ കുഫരി, എന്നിൽ നിന്ന് കുഫരിയത്തിന്റെ വാസന ഞാൻ എത്തിക്കുന്നു എന്ന് ആ ശൈഖ് പറഞ്ഞിട്ടുള്ള കാരണം കൊണ്ട് ഇബ്നു സഖ കുഫരിയത്തിലായി മരണപ്പെട്ടുപോയി. അതേ സമയത്ത് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളവർകൾ അല്ലാഹുവിന്റെ വലിയനെ ഖുത്ബിനെ ഗൗസിനെ ആദരിച്ച കാരണം കൊണ്ട് ലോകത്ത് മുഴുവനും അറിയപ്പെട്ട മഹൽ വ്യക്തിയായി. ഇന്ന് നിങ്ങളോട് ആദ്യമായി സംസാരിച്ച മഹാനവറുകൾ ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് ഞങ്ങൾ ബഗ്ദാദിൽ ചെന്നപ്പോൾ മഹാനവറുകൾ അവിടുത്തെ പള്ളിയിൽ ഒരുപാട് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആണ് ഞങ്ങളങ്ങോട്ട് കയറി ചെന്നത്. സുബ്ഹാനല്ലാഹ്, എത്രയോ ബോംബുകളും മിസൈലുകളും എല്ലാം വന്നിട്ടുണ്ടെങ്കിലും ആ മഹത്തായ പള്ളിക്ക് ഒരു അബദ്ധവും പറ്റിയിട്ടില്ല. ഒരു ബോംബും ഒരു സെല്ലും ഒരു സാധനവും അതിനെ കേടുവരുത്തിയിട്ടില്ല. ആ നിലക്ക് ബഹുമാനപ്പെട്ടവരുടെ കറാമത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചിരിക്കുന്നു ആ പള്ളിയും പള്ളിയുടെ പരിസരവും. സഹോദരങ്ങളെ, അങ്ങനെയുള്ള മഹത്തുക്കളായ ഔലിയാക്കൾ, ആരിഫുകൾ, സ്വാലിഹുകൾ, അവർ അല്ലാഹുവിനോട് ചോദിച്ചാൽ ലഇൻ സഅലനി ലഅതൈതുഹും വലഇൻ ഇസ്തആദനി ലഉഈദന്നഹും, എന്നോട് ചോദിച്ചാൽ ഞാൻ അവർക്ക് കൊടുക്കും, എന്നോട് കാവൽ ചോദിച്ചാൽ ഞാൻ അവരെ കാക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹദീസ് ഖുദ്സിയിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ആ കാര്യം പ്രത്യേകമായി മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ഔലിയാക്കളോടുള്ള മഹബ്ബത്ത്, സ്വാലിഹീങ്ങളോടുള്ള മഹബ്ബത്ത്, പ്രത്യേകിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, അത് ഈമാനിന്റെ ഭാഗമാകുന്നു. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് എന്താണ്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ നിന്ന് ഒരാളും മുഅ്മിനാവുകയില്ല. നിങ്ങളെ മാതാപിതാക്കൾ, നിങ്ങളെ സഹോദരന്മാർ, നിങ്ങളെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളെ ഭാര്യ മക്കൾ, അങ്ങനെ എല്ലാ വ്യക്തികളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെല്ലാത്തേക്കാളും പ്രിയമാകുന്നതുവരെ നിങ്ങൾ മുഅ്മിനല്ലെന്ന് പഠിപ്പിച്ച ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുശ്റാ ലനാ മഅ്ശറൽ ഇസ്ലാമി ഇന്ന ലനാ മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൻഹദിമി വമുൻതകും ബിറസൂലില്ലാഹി നുസ്റതുഹു إن تلقه الأسد في أجامها
فارتجمي. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആർക്കെങ്കിലും സഹായം ലഭിച്ചാൽ അവിടെ സിംഹവും കരടിയും, എത്ര വലിയ സിംഹവും കരടിയും അവനെ കണ്ടുമുട്ടിയാലും അവനെ അതിന്റെ മുന്നിൽപ്പെട്ടാലും ഒരിക്കലും അവൻ പരാജയപ്പെടുകയില്ല. അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള പ്രിയവും അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ടുള്ള സഹായവും അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള മുഹബ്ബത്തും ഒരു വ്യക്തിക്ക് ഉണ്ടായാൽ അവനൊന്നും ഭയപ്പെടേണ്ടതില്ല. മറിച്ച് ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലഈനൂൻ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വങ്ങൾ വ്യക്തമാക്കാതെ അത് മറച്ചുവെക്കുകയും നബി തങ്ങളെ സാധാരണ മനുഷ്യനായി കാണുകയും സാധാരണ വ്യക്തിയായി ഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച കാര്യങ്ങൾ മറച്ചുവെക്കുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ മറച്ചുവെക്കുന്നവർ അവരെല്ലാവരും ആരാണ്? ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലഈനൂൻ ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വബയ്യനൂ ഫഉലൈക അതൂബു അലൈഹിം വഅന അത്തവ്വാബുർ റഹീം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തരം താഴ്ത്തുകയോ നബി തങ്ങൾ സാധാരണ മനുഷ്യരാണെന്ന് പറയുകയോ നബി തങ്ങളെ മഹത്വങ്ങൾ മറച്ചുവെക്കുകയോ ചെയ്ത ആൾ പിന്നീട് തൗബ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു. എന്നാൽ ലാ യക്ഫി തൗബത്തു കമാ ലാ യക്ഫി തൗബത്തുൽ മുർത്തദ്ദി. അൽ മുർത്തദ്ദു ഇദാ താബ ലാ യുഖ്ബലു ഇല്ലാ ഇൻ ഖാല കഫർതു ബിമാ കഫർതു മഅ തലഫ്ഫുദ് الشهادتين وكذلك إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب عليهم وأنا التواب الرحيم. അള്ളാഹുവിന്റെ ഹബീബിനെ സാധാരണ മനുഷ്യനായി കണ്ട്, അള്ളാഹുവിന്റെ ഹബീബിനെ സാധാരണ ഒരു വ്യക്തിയായി കണ്ട് അങ്ങനെ തരം താഴ്ത്തുന്നവർ, അവിടുത്തെ മഹത്വങ്ങൾ മറച്ചുവെക്കുന്നവർ, അവർ തൗബ ചെയ്താൽ പോരാ, തൗബയുടെ കൂടെ അവർക്ക് പാശ്ചാത്താപത്തിന്റെ കൂടെ അവർ നേരത്തെ മറച്ചുവെച്ചത് വ്യക്തമാക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യണം. എന്നാൽ അല്ലാഹു തആല അവരെ തൗബ സ്വീകരിക്കുമെന്നാണ്. അതുകൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മുഹബ്ബത്ത് منزه عن شريك في محاسنه فجوهر الحسن فيه غير منقسم. هو الحبيب الذي ترجى شفاعته لكل حول من الأهوال مقتحم. لكل حول أي حول دنيوي وأخروي. എല്ലാ ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ വിഷമങ്ങളും ഏത് ഘട്ടങ്ങളും അവിടെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ആഗ്രഹിക്കപ്പെടും. നമുക്ക് അവിടുത്തെ ശഫാഅത്താണ് വേണ്ടത്. ഈ മഹത്തായ തത്വം പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മർകസു തഖാവത്തി സുന്നിയ ഇവിടെ പ്രവർത്തിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് 35 വർഷമായ ഈ മർകസിന് ഓരോ വർഷവും അതിന്റെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ, അതിന്റെ സദസ്സുകൾ നടക്കുമ്പോൾ ആളുകൾ വർദ്ധിക്കുന്നു, ജനങ്ങൾ വർദ്ധിക്കുന്നു, വിദേശികൾ വർദ്ധിക്കുന്നു, എല്ലാവരും വരുന്നു, എല്ലാവരും സന്തോഷിക്കുന്നു. നിങ്ങൾ നോക്കൂ, നമ്മുടെ സദസ്സിൽ നിന്ന് വന്നവരും വരാത്തവരും ഇനിയും ധാരാളം ആളുകളുണ്ട്. വിദേശികൾ, നമ്മൾ കത്തയക്കുന്ന മുഴുവൻ ആളുകളും
ഇവിടെ വരികയാണ്, അവർക്ക് സന്തോഷം വരികയാണ്. എന്തുകൊണ്ടാണ്? നാം പഠിപ്പിക്കുന്ന മഹത്തായ തത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ടതാണ്, അല്ലാഹുവിന്റെ ഹബീബ് പൊരുത്തപ്പെട്ടതാണ്, അല്ലാഹുവിന്റെ മലായികത്ത് പൊരുത്തപ്പെട്ടതാണ്, അല്ലാഹുവിന്റെ അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹികളും പൊരുത്തപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനം ഇതേ നിലക്ക് വളർന്നു വരുന്നത്. 5000-ഓളം യതീം കുട്ടികൾ ഇന്ന് മർക്കസിന്റെ കീഴിൽ ഇന്ത്യയുടെ മുഴുവൻ ഭാഗത്തുമായി ഹോം കെയർ പദ്ധതി അനുസരിച്ച് ഓർപ്പൻ ഹോം കെയർ എന്ന പദ്ധതി, അഥവാ 2 വയസ്സ് മുതൽ 10 വയസ്സ കുട്ടികൾ അവരുടെ പിതാവ് മരണപ്പെട്ടാൽ അവരെ നാം ഏറ്റെടുക്കുകയും എന്നിട്ട് ആ കുട്ടിയെ അവരുടെ ഉമ്മയുടെ അടുക്കൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അല്ലെങ്കിൽ സഹോദരന്റെയോ സഹോദരിയുടെയോ മറ്റു കുടുംബങ്ങളുടെയോ അടുക്കൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ആ കുട്ടിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ 5000-ഓളം യതീം കുട്ടികൾ ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലുമായി മർക്കസിന്റെ കീഴിൽ വളരുകയാണ്, പഠിക്കുകയാണ്, അവർ നന്നായിത്തീരുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇതിനേക്കാൾ വലിയ നേട്ടം എന്താണ് നിങ്ങൾക്കുള്ളത്? അന വകാഫിലുൽ യതീമി കഹാതൈനി ഫിൽ ജന്ന. ഞാനും യതീമുകളെ കഫാലത്ത് ചെയ്യുന്നവൻ, വളർത്തുന്നവനും സ്വർഗത്തിൽ ഇതുപോലെയാണെന്ന് പറഞ്ഞ് അവിടുത്തെ 2 കൈവിരൽ ചൂണ്ടിക്കാണിച്ചു തന്നില്ലേ? അത്തരം യതീമുകളെ 5000-ഓളം യതീം കുട്ടികളെയാണ് മർക്കസ് പോറ്റി വളർത്തുന്നത്. 20,000 കുട്ടികളാണ് മർക്കസിന്റെ ഈ മെയിൻ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ആ കുട്ടികൾക്കെല്ലാം മത, ഭൗതിക, സാങ്കേതിക വിദ്യ സമന്വയിപ്പിച്ചുകൊണ്ട് നാം കൊടുക്കുകയാണ്. ആ കൊടുക്കുന്ന കാരണത്താൽ അൽഹംദുലില്ലാഹ് ഒരുപാട് സഹോദരന്മാർ നമുക്ക് സഹായം വാഗ്ദാനം ചെയ്തു. ഇപ്പോൾ നിങ്ങളൊക്കെ കഴിഞ്ഞ സമ്മേളനത്തിൽ കേട്ടതാണ്, നമ്മൾ സ്ഥലം വാങ്ങുന്നു എന്ന്. ആ സ്ഥലത്തിന് 5 വർഷം മുമ്പ് നമ്മൾ ആലോചിച്ച് നമ്മൾ പദ്ധതിയിട്ട സ്ഥലം 1 സെന്റിന് 3500 രൂപ വീതം നിങ്ങൾ തരണമെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരായ പാവപ്പെട്ട ജനങ്ങൾ നമുക്ക് തന്നു. അതനുസരിച്ച് 200-ലധികം ഏക്കർ സ്ഥലം നാം വാങ്ങിവെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നോളേജ് സിറ്റിക്ക് അനുയോജ്യമായ പുതുപ്പാടിയിൽ 125-ഓളം ഏക്കർ അതിവിശാലമായ പരന്ന സ്ഥലം മർക്കസ് വാങ്ങുകയും ഉടമയാക്കുകയും ചെയ്തു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 313 സയ്യിദുമാർ, തങ്ങന്മാർ അവരെ ഒരുമിച്ച് കൂട്ടി ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ അവിടെ ഞങ്ങൾ പ്രവേശിച്ചു, അവിടെ കുറ്റിയടിച്ചു. ഇനി ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ മാസം തുറന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അവിടെ വർക്ക് തുടങ്ങുകയാണ്, അവിടെ പ്രവൃത്തി തുടങ്ങുകയാണ്. ആയുർവേദ, യുനാനി, മെഡിക്കൽ കോളേജ്, അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, അപ്രകാരം ആശുപത്രി, ജനങ്ങൾക്ക് ആവശ്യമായ ഏകദേശം 5000-ലധികം 10,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് പള്ളിയുണ്ടാക്കുക. അവിടെ നിസ്കരിക്കാനും പള്ളി വേണ്ടി വരും. അങ്ങനെ എല്ലാ സംഗതികളും ഇൻഷാ അല്ലാഹ് അവിടെ നടക്കുകയാണ്. അങ്ങനെ നോളേജ് സിറ്റി എന്ന പേരിൽ ഒരു സിറ്റി നാം ആരംഭിച്ചിരിക്കുന്നു. അതും നിങ്ങളുടെ സഹായം കൊണ്ടാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം കൊണ്ടാണ്. ഒരു മാസത്തിൽ 2 കോടിയിലധികം ഉറുപ്പിക
ചിലവ് വരുന്ന ഈ മഹത്തായ സ്ഥാപനത്തിന് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എത്രയോ ആളുകൾ നമുക്ക് സഹായം ചെയ്തു. ഇപ്പോൾ നമ്മുടെ വിദേശത്തുള്ള സഹോദരന്മാർ എവിടെയായിരുന്നു 5 ലക്ഷം തന്നത്? ഖമീസ് മഷയത്തിലെ സഹോദരന്മാർ ഇപ്പോൾ 5 ലക്ഷം രൂപ നമ്മളെ ഏൽപ്പിച്ചു. ഇതിന്റെ തൊട്ട് മുമ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബുറൈദയിലെ സഹോദരന്മാർ വന്നു. അതുപോലെ ഹായിൽ ഉള്ള സഹോദരൻ വന്നു, മഹായിലുള്ള സഹോദരന്മാർ വന്നു. ജിദ്ദയിലും ദമാമിലും റിയാദിലും മറ്റെല്ലാ തരത്തുമുള്ള സഹോദരന്മാർ വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് സംഖ്യകൾ ഒരുമിച്ച് കൂട്ടി അവർ നമുക്ക് കൊടുത്തയച്ചു. അതുപോലെ ഞങ്ങളിപ്പോൾ ഈയിടെയായി ഏതാണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ സന്ദർശിച്ചു. ഒമാനിൽ സന്ദർശിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് അവിടെ യുനാനി കോളേജിന്റെ വലിയ ഒരു കെട്ടിടം അവർ നിർമ്മിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പിരിവെടുത്ത് എത്രയോ 9 ലക്ഷം രൂപ ഒമാനിൽ നിന്ന് ഇപ്പോഴേൽപ്പിക്കുന്നു. 1 കോടി രൂപ ദുബൈ കമ്മിറ്റിയും 1 കോടി രൂപ ഒമാൻ കമ്മിറ്റിയും 1 കോടി രൂപ ഖത്തർ കമ്മിറ്റിയും. ഇതുകൊണ്ടൊന്നും തീരൂല. യുനാനി ഹോസ്പിറ്റലിന് മാത്രം 10 കോടി റുപ്യയാണ് വേണ്ടത്. എല്ലാ കമ്മിറ്റികളും 50 ലക്ഷവും 1 കോടിയും അങ്ങനെ ഏറ്റതെല്ലാം ഇൻഷാ അല്ലാഹ് ഇവിടെ ഉണ്ടാകും. മഹാന്മാരെല്ലാം വേദിയിലിരിക്കുന്നത് കൊണ്ട് കൂടുതൽ സമയം അതിനെക്കുറിച്ച് പറയാനുണ്ടാവില്ല. മഹാന്മാരുടെ ദുആയും മറ്റു കഴിഞ്ഞതിന് ശേഷം വീണ്ടും തുടരും. വേറെ പ്രത്യേക എന്ന് പ്രത്യേകം അറിയുക. الاستراحة يا شيخ محمد حسن نجيز لكم الاستراحة اليوم. نحن في سيارة مدورة هناك لا يمشون هناك إن شاء الله. ആരും കൈപിടിച്ചിട്ട് ബുദ്ധിമുട്ടാക്കുകയും ചെയ്യരുത്. അപകടമായിട്ട് ഒരൊറ്റ കാര്യം, ഒരു കുട്ടിയും തടാൻ പാടില്ല. അതിനെങ്ങനെ അങ്ങോട്ട് പോകാൻ അവർക്ക് സമ്മതം കൊടുക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ CM ഇബ്രാഹിം സാഹിബും ഒക്കെ ഇവിടെ ഉണ്ട്, പ്രസംഗിക്കാനുണ്ട്. അതുപോലെ വേറെ പലതും പ്രസംഗിക്കാനുണ്ട്. നമ്മളെ ഇൻഷാ അല്ലാഹ് لا إن شاء الله لا أستطيع. إن شاء الله فتح الله. ഒമാനിലെ 9 ലക്ഷം, ദമാമിലെ ദമാനിലെ നജ്മ ഉംറ സർവീസിന്റെ വക 1.25 ലക്ഷം. നമ്മുടെ കളന്തോട് അബ്ദുൽ കരീം മുസ്ലിയാർ 1 ലക്ഷം റുപ്യ. അർഹമുർറാഹിമായ അള്ളാഹു ഈ പ്രവർത്തകർക്കെല്ലാം വലിയ ബർക്കത്ത് കയറ്റിക്കൊടുക്കുമാറാകട്ടെ. ദമാമിലെ സഖാഫികൾ മാത്രം 10 പവൻ സ്വർണം അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഇന്ന് അബൂദാബിയിലെ മുസഫയിൽ നിന്ന് മുസ്തഫ ദാരിമി 5 പവൻ സ്വർണം കൊടുത്തയച്ചിട്ടുണ്ട്. ഓമച്ചപ്പായ ഫളിലിന്റെ കയ്യിൽ. അൽഹംദുലില്ലാഹ്. കാസർഗോഡ് KPS തങ്ങൾ 40 ലക്ഷം ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെയുള്ള പല ആളുകളോട് പിരിച്ചിട്ട് അവിടെ അന്ന് തന്നെ 35 ലക്ഷം വേറൊരാൾ തന്നിട്ടുണ്ട്. 35,000 ഒരാൾ തന്നിട്ടുണ്ട്. 10,000 വേറൊരാൾ തന്നിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അൽ ഐൻ കമ്മിറ്റി 12 പവൻ സ്വർണം, ദുബൈ കമ്മിറ്റി 12 പവൻ സ്വർണം, പിന്നെ
നിർമ്മാണം പൂർത്തിയായിട്ടില്ലാത്ത മെയിൻ സ്റ്റേജിലേക്ക് നാസർ ആരും കടന്നിരിക്കരുത്. ദുബൈ ഇപ്പോഴുള്ളവർ മുന്നോട്ട് മാറേണ്ടതാണ്. വളണ്ടിയർമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിർമ്മാണം പൂർത്തിയായിട്ടില്ലാത്ത മെയിൻ സ്റ്റേജിന്റെ മുൻഭാഗത്തേക്ക് നമ്മുടെ കടന്നു വന്നിരുന്നവർ തീർച്ചയായും പിന്നോട്ട് മാറേണ്ടതാണ്. കുരുവമ്പലം തങ്ങളവറുകൾ മർക്കസ് യതീം ഖാനക്ക് 25,000 ഉറുപ്പിക, അൽഹംദുലില്ലാഹ്. കരീം മുസ്ലിയാർ 1,00,000 ഉറുപ്പിക, പാനൂർ നാസർ, പിന്നെ നേരത്തെ ഇന്ന് പകൽ പരപ്പനങ്ങാടി, കടലുണ്ടി, താങ്ങൂര് തുടങ്ങിയ സ്ഥലങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾ, ഒരുപാട് ആളുകൾ വള്ളം, അവരുടെ വള്ളത്തിന്റെ വകയായി ഓരോ വള്ളം അതുകൊണ്ട് പിടിക്കുന്നത് 1,00,000, 1,50,000, 4,00,000, 10,000 അങ്ങനെ തന്നിട്ടുണ്ട്. ഞാൻ ദുആരക്കാണ്, നിങ്ങളെല്ലാവരും ആമീൻ പറയണം. ബഹുമാനപ്പെട്ട വൈലിത്തറ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ അവറുകൾ, വളരെ പ്രായമുള്ള ആൾ, ആരോഗ്യമില്ലാത്ത ആൾ, അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ദിക്ർ ഹൽക്കൊക്കെ എങ്ങനെയെങ്കിലും ഞാൻ വരുമെന്നാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. കൊണ്ടോട്ടിയിൽ മസ്ജിദുൽ ഫത്ഹ് ഖുർആൻ സ്റ്റഡി ക്ലാസ് 35,000 ഉറുപ്പിക ഷാഫി തക്കാഫിയുടെ നേതൃത്വത്തിൽ നൽകി. 35,000 ഉറുപ്പിക. അങ്ങനെ വായിച്ചതും വായിക്കാത്തത് ധാരാളമുണ്ട്. ചെലവൂര് സിദ്ദീഖാജി ഗുരുക്കള് 50,000 രൂപ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാൻ. ഞാൻ ഖത്തറിൽ പോയപ്പോൾ അവിടെയുള്ള സഹോദരന്മാർ നമുക്ക് വമ്പിച്ച സഹായം ചെയ്തുകൊണ്ട് 5 ലക്ഷവും 4 ലക്ഷവും 3 ലക്ഷവും 2 ലക്ഷവുമായി ഒരുപാട് ആളുകൾ സംഭാവന തന്നിട്ടുണ്ട്. നമ്മുടെ അബൂബക്കർ ഹാജിയുടെ മരണപ്പെട്ടു പോയ പൊയിലൂർ അബൂബക്കർ ഹാജിയുടെ മകൻ 5 ലക്ഷം രൂപ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ TP അബ്ദുള്ള ഹാജി പൊയിലൂര് 5 ലക്ഷം രൂപ പറഞ്ഞിട്ടുണ്ട്. അതേപ്രകാരം പല ആളുകളും നമുക്ക് സംഭാവന പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പറഞ്ഞു മറ്റൊരാളെ പറയാത്തത് കൊണ്ട് ആരും ബേജാറാവണ്ട. എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. എല്ലാവർക്കും അല്ലാഹു തആല റഹ്മത്ത് ചെയ്യുന്നവനാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇനിയും വഅദ് കേൾക്കാം, ഇനിയും ദിക്ർ ചൊല്ലി നമുക്ക് ദുആരക്കാനുണ്ട്. ബഹുമാനപ്പെട്ട ഉലമാക്കളെല്ലാം ദുആരക്കാൻ. അല്ലാഹ് നീ ഖാലിഖാണ്, അല്ലാമുൽ ഗുയൂബാണ്. ഞങ്ങൾക്കതൊന്നും അറിയില്ല. ഞങ്ങൾ മഖ്ലൂക്കുകൾ, പാപികളാണ്. പടച്ച റബ്ബേ, എത്രയെത്ര ആവശ്യമാണ് ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിലുള്ളത്. മകളെ കെട്ടിക്കാനുണ്ട്, മകന് ഭാര്യനെ കിട്ടാനുണ്ട്, വീട് ഉണ്ടാക്കാനുണ്ട്, അതുപോലെ കടം വീടാൻ, കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യാൻ, രോഗം മാറാൻ, മാതാപിതാക്കൾക്കുള്ള രോഗം മാറാൻ, മക്കളുടെ രോഗം മാറാൻ, പാസ്പോർട്ട് ശരിപ്പെടുത്താൻ, ഇങ്ങനെ 100 ആവശ്യങ്ങൾ ഓരോ വ്യക്തികൾക്കുമുണ്ട്. ഈ ആവശ്യങ്ങൾക്കെല്ലാം പുറമെ ഈമാനും തഖ്വയും, അതാണ് ഏറ്റവും പ്രധാനം. അതെല്ലാം അറിയുന്ന റബ്ബേ, മുഴുവൻ ആളുകളുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാനേ. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹസിലാക്കി കൊടുക്കണം റഹ്മാനേ. എല്ലാവരുടെയും കടം വീട്ടി കൊടുക്കണേ റഹ്മാനേ. ദുആ ഇൻഷാ അല്ലാഹ് ഇനിയും ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് യതകല്ലമു ബൈന ഐദീകും الشيخ محمد سعادة الشيخ محمد عبطان الشمري البغدادي نزيل مدينة المنورة سوف يقوم بالدعاء والابتهال والكلمات إن شاء الله، فليتفضل سعادة الشيخ مشكورا.
ബഗ്ദാദിലെ പ്രമുഖ പണ്ഡിതനും മദീനത്തുൽ മുനവ്വറയിൽ സ്ഥിരം താമസിക്കുന്ന മഹാനുമായ ഷെയ്ഖ് മുഹമ്മദ് അബ്ദാൻ ഷെമ്മരി അവർകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. സിറാജ് ദിനപത്രത്തിന്റെ പതിപ്പ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, എല്ലാവർക്കും വാങ്ങാവുന്നതാണ്. സുവനീറും വാങ്ങാം, തേനും വാങ്ങാം. കുട്ടികളുടെ സുവനീർ എല്ലാവരും ഓരോ കോപ്പി വാങ്ങണം. തേന് പിന്നെ ആരും വാങ്ങാതിരിക്കില്ല, എല്ലാവരും വാങ്ങുക. عن كتفه فبخاتم النبوة ختم تختيما وإن سألتني عن صدره كان سليما وإن سألتني عن قلبه كان رحيما وإن سألتني عن خلقه كان عظيما يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه. اللهم صل وسلم على سيدنا محمد نور الفؤاد وصلة الوداد صاحب الوجه الجميل والخد الأسيل والجبين الوضاح عماد الملك لعوالم الأسرار والأرواح طب القلوب ودوائها عافية الأبدان وشفائها نور الأبصار وضيائها قرة العيون وبهائها كاشفة الكروب وجلائها أنيس النفوس وصفائها كامرة الفؤاد وهنائها زاد الأكباد وغذائها قوت الأجساد ونمائها سراج الصدور وسنائها روح الحياة وجمالها تاج الرؤوس وهلالها ترجمة الألسن وبيانها شمس الوصال وكمالها صلاة تملأ الأرض وسماءها وتدوم بدوامها وتبقى ببقائها إلى يوم الدين. أيها الإخوة الأعزاء، أنا أتمنى أن أتكلم ولكن في الأيام المقبلة إن شاء الله تعالى، لأن الوقت قد طال عليكم وضاق علي، وقد أعد لي 10 دقائق فقط، ولكن أختم هذه الكلمة بحديث عن حبيبنا محمد صلى الله عليه وسلم قال ذات يوم لأمنا عائشة: اللهم اغفر لعائشة ما تقدم من ذنبها وما تأخر وما أسرت وما أعلنت، فضحكت رضي الله عنها حتى سقط رأسها في حجرها، فقال الحبيب المصطفى: أيسرك دعائي؟ قالت: وما لي لا يسرني دعاؤك يا رسول الله؟ قال الحبيب المصطفى: إنها لدعائي لأمتي في كل صلاة. اللهم إنا من أمة حبيبك محمد صلى الله عليه وسلم، فاغفر لنا ما تقدم من ذنبنا وما تأخر، آمين، وما أسررنا وما أعلنا، آمين، وما أنت أعلم به منا، آمين. اللهم أصلح أمة سيدنا محمد، آمين. اللهم اغفر لأمة سيدنا محمد، صلى الله عليه وسلم. اللهم تجاوز عن أمة سيدنا محمد، صلى الله عليه وسلم. اللهم اعتق رقاب أمة سيدنا محمد، صلى الله عليه وسلم. اللهم واجعلنا من أمة سيدنا محمد صلى الله عليه وسلم. اللهم اجعل جمعنا هذا جمعا مرحوما، آمين، وتفرقنا من بعده تفرقا مباركا معصوما. اللهم لا تفرقنا إلا عن ذنب مغفور، آمين، وتجارة لن تبور، آمين، برحمتك يا عزيز يا غفور، آمين. اللهم أنت القائل في الحديث القدسي: لو أن أولكم وآخركم وإنسكم وجنكم اجتمعوا في صعيد واحد وطلبوا مني ما شاءوا وأعطيت كل واحد مسألته
ما نقص ذلك من ملكي شيئا. اللهم إنك أعلم بهذه الجموع. آمين. كل واحد منا له حاجة في صدره يا رب. له حاجة في صدره يا رب. يا قاضي الحاجات، يا أكرم الأكرمين، أجب مطالبنا يا الله. أجب مطالبنا يا الله بجاه حبيبنا رسول الله صلى الله عليه وسلم، وبجاه هذا الجمع المبارك يا الله. آمين. لا تردنا خائبين. لا تردنا بعد دعائك خائبين، ولا عن بابك مطرودين ولا محرومين. اللهم اغفر للمؤمنين والمؤمنات، المسلمين والمسلمات، الأحياء منهم والأموات، إنك يا ربنا سميع قريب مجيب الدعوات. وخاصة لمن أنشأ هذا المكان ولوالديه ولمن عمل فيه من خير وإحسان، ولجميع المسلمين والمسلمات. آمين آمين. والحمد لله رب العالمين. سبحان ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله رب العالمين. بنية الشفاء ودفع البلاء ورفع البلاء وحجب البلاء واستجابة الدعاء والنصر على الأعداء، على هذه النية الفاتحة. الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. والسلام عليكم ورحمة الله وبركاته. الآن إن شاء الله يقوم بجوشن الكبير بالدعاء فضيلة الأستاذ عبد الرحمن خوجة من تركيا. തുർക്കിയിലെ വലിയ പണ്ഡിതനാണ്. തുർക്കിയിലെ പണ്ഡിതന്മാരുടെ വേഷമാണ്. വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനും അവിടുത്തെ വലിയ പ്രസ്ഥാനത്തിന്റെ നേതാവുമാണ് ഖോജ അബ്ദുറഹ്മാൻ. അദ്ദേഹം ഇൻഷാ അല്ലാഹ് ജൗഷനുൽ കബീർ ദുആ ചെയ്യും. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. لقد تشرفنا مع الإخوة الزائرين لهذا الحفل العظيم من تركيا، من إسطنبول، مع تحية وتهنئات من شعب تركيا المسلمة التي أعاد الله عليهم فضله ووجههم إلى الإسلام من جديد، وسيوجههم جميعا مثل أهل عالم الإسلام إن شاء الله. يقول الإمام بديع الزمان سيد نورسي: إن لله قانونا في الزمن، إن الزمان يستدير، فلكل ليل نهار ولكل شتاء ربيع. مصداق هذا قول الله عز وجل: وتلك الأيام نداولها بين الناس. يقول قبل 60 سنة سيكون لهذا الشتاء القارب ربيعا زاهرا مشرقا للعالم، ربيع الإسلام. وفي هذه الأيام نحن نرى أزهار هذه الربيعة، ونرجو من الله أن يتم هذا الأمر ويملئ الأرض نورا وعدلا
كما ملئت ظلما وجورا. سامحنا شيخ عبد الحكيم أن نقرأ من الجوشن. الجوشن كما تعرفون دعاء بأسماء الله تعالى 1000 اسم، نقرأ من بدايته فقرات ونقرأ دعاءه الخاتمة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم إني أسألك بأسمائك يا الله يا رحمن يا رحيم يا عليم يا حليم يا عظيم يا حكيم يا قديم يا مقيم يا كريم سبحانك يا لا إله إلا أنت الأمان خلصنا من النار يا سيد السادات يا مجيب الدعوات يا مجيب حسنات يا رفيع الدرجات يا عظيم البركات يا غافر الخطيئات يا دافع البليات يا سامع الأصوات يا معطي المسؤولات يا عالم السر والخفيات سبحانك لا إله إلا أنت الأمان خلصنا من النار يا خير الغافرين يا خير الناصرين يا خير الحاكمين يا خير الفاتحين يا خير الذاكرين يا خير الوارثين يا خير الحامدين يا خير الرازقين يا خير الفاصلين يا خير المحسنين سبحانك لا إله إلا أنت الأمان خلصنا من النار اللهم ربنا خلصنا آمين وأجرنا ونجينا من النار آمين برحمتك مع الأبرار آمين بعفوك يا مجير آمين بفضلك يا غفار آمين نسألك بحق هذه الأسماء الكريمة الشريفة، ونحن قرأنا 30 اسما، هذه الأسماء 1000 اسم، ونسألك بحق هذه الأسماء الكريمة الشريفة والصفات الجليلة اللطيفة أن تصلي على سيدنا محمد آمين آمين وعلى آله وصحبه آمين بعدد حسنات محمد صلى الله عليه وسلم. بسم الله، حسبنا الله، لا إله إلا الله، شهد الله،
قل هو الله، ما شاء الله، ربنا الله، تبارك الله، تعالى الله، توكلنا على الله، فسيكفيكهم الله وهو السميع العليم. سبحانك يا لا إله إلا أنت الأمان الأمان، لا نحصي ثناء عليك أنت كما أثنيت على نفسك. يا الله، يا رحمن، يا رحيم، يا غفور، يا شكور، نسألك بما أحصيته عليك من أسمائك الحسنى وصفاتك العليا وكلماتك التامة أن تغفر لنا ولوالدينا ولأساتذتنا ولطلابنا ولجميع المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، وترحمنا رحمة تغنينا بها عن رحمة من سواك من خلقك. وأن تقضي حوائجنا وتعطينا سؤالنا في الدنيا والآخرة، وتختم لنا بالسعادة والشهادة والكرامة والبشرى عند فراق الدنيا، وتجزي سيدنا محمدا صلى الله عليه وسلم عنا ما هو أهله ومستحقه، وأن لا تكلنا على أنفسنا طرفة عين ولا إلى أحد من خلقك، وتصلح لنا شأننا، وأن تحرسنا بعينك التي لا تنام، وتحفظنا بركنك الذي لا يرام يا ذا الجلال والإكرام، وأن تصرف عنا وعمن علق عليه هذه الأسماء وعن هذا الجمع وعن هذه الجماعة وعن جميع عالم الإسلام وبلاد الإسلام آفة الجن والإنس والشياطين، وزلزلة الأرض، ودكدكة الجبال من خشيته، وآفة الطاعون والوباء، وعين السوء، ووجع الجوارح وسائر الآفات، وتحفظنا من كل شر وسوء، وترزقنا وإياهم السلامة والعافية والخير في الدنيا والآخرة برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين، والحمد لله رب العالمين. آمين. إن شاء الله. الآن إن شاء الله ينشد إلينا إن شاء الله سماحة الشيخ راشد إبراهيم المريخي من دولة البحرين، كذلك نرحب بشيخ عماد عبد الصمد طه الكشنزاني من البغداد നിന്നുള്ള മറ്റൊരു പ്രമുഖ സൂഫി വര്യൻ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും നാം സ്വാഗതം ചെയ്യുന്നു. الشيخ راشد بن إبراهيم المريخي البحرين فليتفضل مشكورا. കട്ടയാട് ജവാദ് ചെറിയ കുട്ടി സ്റ്റേജിനടുത്തുണ്ട്. ജവാദ് കയാട്. لك الحمد يا رب العالمين، ظهرتنا آلاؤك وغمرتنا نعماؤك وفاضت علينا خيراتك. أنت الأول فلا شيء قبلك، وأنت الآخر فلا شيء بعدك، أول بلا ابتداء وآخر بلا انتهاء، لا ينسب إليه البنون ولا تفنيه تداول الأوقات ولا توهنه السنون. كل المخلوقات تحت قهر عظمته اذكروا الله، وأمره بين الكاف والنون. أحاط بكل شيء علما، وغفر ذنوب المؤمنين كرما وحلما،
ليس كمثله شيء وهو السميع البصير. سبحانه سبحانه ما أدق نظامه وما أعلى بنيانه. سبحانك ربي من أين للوردة شذاها وحسنها وبهاها، تنمو في حرارة الشمس وتتفتح على ضوء القمر وتترعرع في سجسج النسيم. ثم يا رب من أين للعين هذه نورها وضياؤها وبصرها وهي نقطة سوداء على سطح الماء. وأصلي وأسلم على سيد الأولين والآخرين وإمام المتقين زعيم الأنبياء والمرسلين. صلوا عليه، ارفعوا أصواتكم بالصلاة عليه. اللهم صل وسلم وبارك عليه. اللهم صل على من منه انشقت الأسرار صلى الله عليه وارتفعت الأنوار صلى الله عليه. اللهم صل عليه وعلى آله وأصحابه أجمعين. من المؤمنين رجال صدقوا ما عاهدوا الله عليه، فمنهم من قضى نحبه ومنهم من ينتظر. منهم سيدنا أبو يزيد البسطامي رضي الله عنه قدس الله سره العظيم، رأى النبي صلى الله عليه وسلم في المنام، ورؤية الرسول حق. قال يا أبا يزيد اذهب إلى دير سمعان وتزي بزي الرهبان وأعطيهم نصيحة محمدية. فجلس ثم لبس الزنار وذهب إلى دير سمعان وجلس بينهم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما.
صببت دموعا يشهد الحزن أنها أتت من فؤاد بالغرام من ذي التتيم مشرح سوى أن يرى معشوقه فيسلم. يقول له المعشوق: لا تخش بعد ذا حجابا ولا طردا فعهدي متمم. متى ما أردت القرب مني فنادني ألا يا رسول الله إن يغرب. أجيبك من بعد وإني جليس من بحبي مشغول بذكري مترجم. حلفت يمينا أن قلبا يحبكم عليه عذاب النار قطعا محرم. فكيف بمن قد شامكم كل ساعة سلام على قلب الرسول محمد. لقلب بنور الله دوما مقيم يناجي إله العرش في كل لحظة. وإن نامت العينان ما نام فاعلموا. سلامه يعمان كل الآل ها نحن نختم. يا نور العين يا طه الزين يا نور العين يا طه الزين اشفع لي غدا عند الله خايف من النيران. يا باب إبراهيم يا دواء السقيم يا باب إبراهيم يا دواء السقيم داوي سقام حبيب الله يا طبيب الأبدان. مسعد من زار قبر المختار مسعد من زار قبر المختار مختارا دار الهادي دار في جوار العدناني. يا نور العين يا الزين يا نور العين يا طه الزين اشفع لي غدا عند الله خايف من النيران. صلى الإله صلى الإله محمد بن عبد الله ما لحت الأغصان. نور العين يا زين يا نور العين يا طه الزين اشفع لي غدا عند الله خايف من نيراني. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പിന്നെ ഒന്നിരിക്കാം. ഒന്ന് കാലൊക്കെ വേദനയുണ്ട് ഒരൽപ്പം ദിക്റ് ചൊല്ലിയിട്ട് പിന്നെ ഇൻഷാ അല്ലാഹ് സയ്യിദന്മാരൊക്കെ ദുആ ഉണ്ടാവും. ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ഫാറൂഖ് തങ്ങൾ, സയ്യിദ് അലി ബാഫഖി തങ്ങൾ, സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾ, സയ്യിദ് ശിഹാബ് ഹുസൈൻ ശിഹാബ് തിരൂർക്കാട് തങ്ങൾ, സയ്യിദ്
മാട്ടൂർ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്, വയനാട് ഹസൻ മുസ്ലിയാർ, എൻ അലി മുസ്ലിയാർ തുടങ്ങി നിരവധി ആലിമീങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നൂറുകണക്കിന് എന്ന് പറഞ്ഞാൽ പോരാ, ആയിരക്കണക്കിന് ആവശ്യങ്ങൾ മുൻനിർത്തി പലരും ദുആ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും വാവൂര് മഹല്ല് കമ്മിറ്റി 50,000 രൂപ സംഭാവന നല്ല ഇഖ്ലാസോടുകൂടി അല്ലാഹു തആല നമ്മളെല്ലാ ഹാജത്തുകളും വീട്ടി തരട്ടെ. ഇന്ത്യയുടെ പല ഭാഗത്തും നല്ല നല്ല സ്ഥലങ്ങൾ നമുക്ക് പലരും ഇപ്പോ സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി തരികയാണ്. ആർക്കോണം, തമിഴ്നാട്ടിലെ ആർക്കോണത്ത് 2 ഏക്കർ സ്ഥലം ജെ ഹാജി സാഹിബ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ജെ ഹാജി പ്രമാണങ്ങൾ മൻസൂർ ഹാജി ചെന്നൈ വലിയ വിശാലമായ ഒരു സ്ഥലം നമുക്ക് തരികയും അവിടെ തൈബ ഗാർഡൻ എന്ന പേരിൽ ഒരു ഗാർഡൻ ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ മസ്ജിദിന്റെ പണി നടക്കുന്നു, സ്കൂളിന്റെ പണി നടക്കുന്നു. ഇതെല്ലാം നടക്കുകയാണ്. ജെ ഹാജിയാർ പ്രമാണങ്ങൾ കാന്തപുരം ഉസ്താദിന് സമർപ്പിക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. 2 ഏക്കർ സ്ഥലം എത്രയോ കിട്ടുന്നതാണ്. അല്ലാഹു തആല മൻസൂർ ഹാജി പ്രമാണങ്ങൾ. മൻസൂർ ഹാജി നേരത്തെ തന്ന 2 ഏക്കർക്ക് പുറമെ നേരത്തെ 3.5 ഏക്കർ തന്നു. ഇപ്പൊ 50 സെന്റ് CM വലിയുള്ളാന്റെ പേരിൽ മർക്കസിനെ ഏൽപ്പിച്ചു. അൽഹംദുലില്ലാഹ്. അല്ലാഹു ദിക്റില്ലല്ലോ, എല്ലാവരും സമ്മതപ്രകാരം. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, നാളെ പകൽ ഇവിടെ പല പരിപാടികളും ഉണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. കൂടാതെ നാളെ രാത്രി മഗ്രിബ് നിസ്കാരത്തോടുകൂടി ആരംഭിക്കുന്ന ഷെയ്ഖ് സായിദ് ഇന്റർനാഷണൽ പീസ് കോൺഫറൻസ് എന്ന പേരിൽ ഒരു വലിയ കോൺഫറൻസ് നടക്കുന്നു. അതിൽ കേരള മുഖ്യമന്ത്രി, അതുപോലെ കേന്ദ്രത്തിൽ നിന്നുള്ള മന്ത്രിമാർ, നേതാക്കളെല്ലാം പങ്കെടുക്കുന്നതിന് പുറമെ അബുദാബിയിൽ നിന്ന് ഗവൺമെന്റിന്റെ പ്രതിനിധികൾ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അവരും പങ്കെടുക്കും. അതിന് പുറമെ ഇന്ന് നമുക്ക് ദുആ ചെയ്തു തന്നവർ അല്ലാതെ ബഗ്ദാദിൽ നിന്നും മദീന മുനവ്വറയിൽ നിന്നും അതുപോലെ മിസ്റിൽ നിന്നും മറ്റും വന്നിട്ടുള്ള ധാരാളം ആലിമീങ്ങൾ നാളെ നമുക്ക് ദുആ ചെയ്യാനുണ്ട്. നാളെ നമ്മുടെ സദസ്സിൽ അവരെല്ലാം പ്രസംഗിക്കുകയും ദുആ ഇവിടുത്തെ സഖാഫികളും കാമിൽ ഖുർആൻ മനഃപ്പാടമാക്കിയവരും ഉൾപ്പെടെ 941 പേർക്ക് സനദ് കൊടുക്കുന്ന സമ്മേളനമാണ് ഞായറാഴ്ച നടക്കുന്നത്.
ആ സമ്മേളനത്തിൽ ഇനിയും പല ആലിമീങ്ങളും സാദാത്തുക്കളുമെല്ലാം വരാനുണ്ട്. നാളെ രാത്രി നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആ സമ്മേളനത്തിൽ നിങ്ങളെല്ലാവരും വരണം. അതിൽ ഇനിയും ധാരാളം ആലിമീങ്ങളും ഔലിയാക്കളും നിങ്ങൾക്ക് ദുആ ചെയ്തു തരും. അതിന് പുറമെ വിജയമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിഖൗലി ലാ